ഇവിടെ പറയുന്നു പാതാള പാശങ്ങൾ എന്നെ ചുഴന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഹെബൽ എന്നാണ്. പാശങ്ങൾ, വിലങ്ങുകൾ, വേദനകൾ, ദുഃഖങ്ങൾ. പാതാളത്തിൻ്റെ പാശങ്ങൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം അദൃശ്യ ലോക ശക്തികൾ. അപ്പൊ അദൃശ്യ ലോക ശക്തികൾ എന്നെ പാതാളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കയറുമായിട്ട് വന്നപ്പോൾ, വിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി വിലങ്ങുമായി വന്നപ്പോൾ, ആ വിലങ്ങും കയറുമെന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നു. ആമേൻ. വേദനകളും ദുഃഖങ്ങളും. ആമേൻ. സ്തോത്രം. അനേകർക്ക് വേദനയും ദുഃഖവും വരുമ്പോൾ വിലങ്ങ് വെച്ച് പാതാളത്തിൽ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? ഇനി എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞവർ കയറെടുത്ത് തൂങ്ങി നാണ തൂങ്ങി ചാകാൻ പോവും, അത് പാതാളത്തിലേക്ക് പോവും. റെയിൽവേയിൽ തലവെക്കാൻ പോവും, അത് പാതാളത്തിലേക്ക് പോവും. കിണറ്റി ചാടി ചാകാൻ പോവും, അത് പാതാളത്തിലേക്ക് പോവും. എണ്ണ കുളിച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ചാകാൻ പോവും, അത് പാതാളത്തിലേക്ക് പോകും. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പാതാളത്തിന്റെ പാശങ്ങൾ, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞത്, സഭയെ ജയിക്കയില്ലെന്ന് പറഞ്ഞത്, പിശാചിന്റെ ശക്തികൾ, കൂട്ടങ്ങൾ നമ്മെ ജയിക്കയില്ല. പക്ഷെ പലരെയും ഈ പാതാള ഗോപുരങ്ങളെന്ന സാത്താൻ, അതേ സ്തോത്രം, തന്റെ കയ്യിൽ വിലങ്ങുകൾ കൊണ്ട്, കയറുകൾ കൊണ്ട് നിരാശകളും വേദനകളും ദുഃഖങ്ങളും നിനക്ക് വരുത്തി ഇനി ജീവിക്കണ്ട എന്നാക്കി ആത്മഹത്യക്ക് വേണ്ടി നിന്നെ തള്ളിവിടും. അതാണ് ഇവിടെ പറയുന്ന പാതാള പാശങ്ങൾ. ഹല്ലേലൂയ. എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, ആത്മഹത്യ ചെയ്യുന്ന ഒരാളിനെ പോലും സ്വർഗത്തിൽ കാണാൻ പറ്റില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ സാത്താൻ വേദനകളും മുറിവുകളും മനക്കഷ്ടങ്ങളും കൊണ്ടിട്ട് നിങ്ങളെ നിരാശപ്പെടുത്തി ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പിക്കുന്നു എങ്കിൽ ഇന്ന് വിളിച്ചു പറയട്ടെ, അവൻ ചങ്ങലയുമായി നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അവൻ വൻകയറുമായി നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. നിന്നെ കെട്ടി, നിന്നെ ചങ്ങലയാൽ ബന്ധിച്ച്, അല്ലെങ്കിൽ വിലങ്ങിട്ട് നിന്നെ പാതാളത്തിൽ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഈ സമയമാണ് നീ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ഈ സമയമാണ് നീ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടത്. ഈ സമയമാണ് ദൈവഹിതത്തിന് വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ നീ സമർപ്പിച്ചു കൊടുത്താൽ എന്റെ ദൈവം ഇറങ്ങി വരും.